Sysbizz സോഫ്റ്റ്വെയറിൽ പ്രിവിലേജ് കാർഡ് പോയിന്റ് എങ്ങനെ ആക്ടിവേറ്റ് ചെയ്യാൻ നോക്കാം. അതിനായിട്ട് സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത് സെയിൽസ് സെറ്റിംഗ്സിൽ റിവാർഡ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അതിൽ ഇവിടെയാണ് പോയിന്റ്സിൻ്റെ സെറ്റിംഗ്സിനുള്ളൊരു ഓപ്ഷൻ. ഫസ്റ്റ് വൺ നമ്പർ ഷോ ചെയ്യുന്നൊരു കോളാണ്. ഇത് ഓട്ടോ ജനറേറ്റഡ് ആണ്. അതിന് തൊട്ട് താഴെയായിട്ട് പോയിന്റ് സിസ്റ്റത്തിൻ്റെ നെയിം മെൻഷൻ ചെയ്യാനുള്ള സ്പേസ് ആണ്. ഇവിടെ എന്ത് നെയിമാണോ മെൻഷൻ ചെയ്യേണ്ടത് അത് മെൻഷൻ ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് എമൗണ്ട് സെറ്റ് ചെയ്യാനുള്ള സ്പേസ് ആണ്. അതായത് എത്ര എമൗണ്ടിന് സെയിൽ ചെയ്യുമ്പോഴാണോ പോയിന്റ് ജനറേറ്റ് ചെയ്യേണ്ടത് ആ എമൗണ്ട് മെൻഷൻ ചെയ്ത് കൊടുക്കാനുള്ള സ്പേസ് ആണിത്. ഞാനിവിടെ 100 എന്നാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഇനി ഇവിടെ ഈ എമൗണ്ടിന് സെയിൽ ചെയ്യുമ്പോൾ എത്ര പോയിന്റ് ആണോ ജനറേറ്റ് ചെയ്യേണ്ടത് ആ പോയിന്റ് മെൻഷൻ ചെയ്ത് കൊടുക്കാനുള്ള സ്പേസ് ആണ് ഇവിടെ. അതായത് 100 രൂപയ്ക്ക് നമ്മൾ സെയിൽ ചെയ്യുമ്പോൾ ഒരു പോയിന്റ് ആഡ് ആവുന്നതാണ്. ഇനി അത് 200 റുപ്പീസിൻ്റെ സെയിലാണെങ്കിൽ 2 പോയിന്റ് എന്നിങ്ങനെ രീതിയിലാണ് പോയിന്റ് ജനറേറ്റ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് പൈസ സെറ്റ് ചെയ്ത് കൊടുക്കാനുള്ള സ്പേസ് ആണ്. ഒരു പോയിന്റിന് എത്ര പൈസയാണ് ആഡ് ആവേണ്ടത് എന്ന് മെൻഷൻ ചെയ്ത് കൊടുക്കാനുള്ള സ്പേസ് ആണ്. ഞാനിവിടെ 100 പൈസയാണ് സെലക്ട് ചെയ്യുന്നത്. അതായത് ഒരു പോയിന്റിന് 100 പൈസ എന്ന രീതിയിൽ, അതായത് ഒരു പോയിന്റിന് 1 രൂപ എന്ന രീതിയിലാണ് ഇപ്പോൾ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഈ പോയിന്റ് സിസ്റ്റം ആക്ടിവേറ്റ് ചെയ്യാനുള്ളൊരു സ്പേസ് ആണ്. അതായത് ഈ ഒരു സെറ്റിംഗ്സ് ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ എസ് ക്ലിക്ക് ചെയ്തതിനു ശേഷം സേവ് ചെയ്താൽ ഈ ഒരു പോയിന്റ് സിസ്റ്റം ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി ഹോമിൽ പോയി സെയിൽസ് വിൻഡോ ഓപ്പൺ ചെയ്യാം. ഇതാണ് സെയിൽസ് വിൻഡോ. ഇതിൽ ഇവിടെയാണ് കസ്റ്റമേഴ്സിനെ സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണിത്. ഇതിൽ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന കസ്റ്റമേഴ്സാണ് ഇത്. ഇനി അഡീഷണൽ ഒരു കസ്റ്റമർ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ന്യൂ ക്ലിക്ക് ചെയ്യാം. ദെൻ ഇവിടെ വേണ്ട ഇൻഫോർമേഷൻസ് ഒക്കെ ഫില്ല് ചെയ്യാനുള്ള സ്പേസ് ആണിത്. പോയിന്റ് സിസ്റ്റത്തിൽ കസ്റ്റമറെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നെയിം ആൻഡ് മൊബൈൽ നമ്പർ മാൻഡേറ്ററി ആണ്. നമുക്കൊരു പുതിയ കസ്റ്റമറെ ക്രിയേറ്റ് ചെയ്യാം. ഇനി എന്തെങ്കിലും ഇൻഫോർമേഷൻസ് എന്തെങ്കിലും ആഡ് ചെയ്യാണ്ടെങ്കിൽ ആഡ് ചെയ്യാം. ആഡ് ചെയ്തതിന് ശേഷം സേവ് ചെയ്യാം. ഇനി ഈ കസ്റ്റമറെ പോയിന്റ് സിസ്റ്റത്തിലേക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓൾട്ട് ടി പ്രസ് ചെയ്താൽ ഇങ്ങനൊരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. ഇതാണ് കസ്റ്റമറെ രജിസ്റ്റർ ചെയ്യാനുള്ള വിൻഡോയാണ്. ഇതിൽ സേവ് ചെയ്താൽ കസ്റ്റമർ രജിസ്റ്റർ ആവുന്നതാണ്. ഇനി കസ്റ്റമർ സെയിൽ ചെയ്യും തോറും ഇദ്ദേഹത്തിൻ്റെ പോയിന്റ്സ് ആഡായി വരുന്നതാണ്. എങ്ങനെയാണ് ഈ പോയിന്റ്സ് ആഡായി വരുന്നത് നോക്കാം. അതിനായിട്ട് നമുക്ക് ഒരു സെയിൽ ബില്ല് ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ ടോട്ടൽ സെയിൽസ് എന്ന് പറഞ്ഞാൽ 700 റുപ്പീസാണ്. അതായത് ഓരോ 100 രൂപയുടെ സെയിൽസിനും ഒരു പോയിന്റ് വീതം കസ്റ്റമർക്ക് ആഡ് ആവുന്നതാണ്. സോ ഈ ബില്ലിൽ 7 പോയിന്റാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ 7 പോയിന്റ് നെക്സ്റ്റ് സെയിൽ തൊട്ട് മാത്രമാണ് റെഡീം ചെയ്യാൻ പറ്റുള്ളൂ. അതെങ്ങനെയാണ് നോക്കാം. ഫസ്റ്റ് ഈ ബില്ല് സേവ് ചെയ്യാം. ഇനി നെക്സ്റ്റ് ന്യൂ സെയിൽ ബിൽ സെയിം കസ്റ്റമറെ വെച്ചിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഇവിടെ 500 റുപ്പീസിൻ്റെ ഒരു ബില്ലാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി കസ്റ്റമറെ പോയിന്റ് റെഡീം ചെയ്യാൻ വേണ്ടി ഓൾട്ട് ഡി പ്രസ് ചെയ്യാം. ടോട്ടൽ 7 പോയിന്റ്സ് ആണുള്ളത്. അതിൽ നമുക്ക് ഒരു 5 പോയിന്റ് റെഡീം ചെയ്യാം. അതിന് റെഡീം പോയിന്റ് എന്നുള്ളിടത്ത് 5 ടൈപ്പ് ചെയ്യാം. ബാലൻസ് പോയിന്റ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കും. ഇതെല്ലാം ഓട്ടോ ജനറേറ്റഡ് ആണ്. ദെൻ റെഡീം സെലക്ട് ചെയ്യാം. നമ്മൾ സെലക്ട് ചെയ്ത റെഡീം പോയിന്റ് ഇവിടെ ടോട്ടൽ എമൗണ്ടിൽ നിന്നും മൈനസ് ആയിട്ടുണ്ട്. അതായത് 500ൽ നിന്ന് 5 മൈനസ് ആയിട്ട് 495 റുപ്പീസായിട്ട് ഗ്രാൻഡ് ടോട്ടൽ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. റെഡീം ചെയ്ത എമൗണ്ട് ഇവിടെ റെഡീം എമൗണ്ട് എന്ന് പറഞ്ഞിട്ടും ഷോ ചെയ്യുന്നതാണ്. ഇനി ഈ കസ്റ്റമർ അക്കൗണ്ടിലേക്ക് തൊട്ട് മുമ്പത്തെ ബാലൻസ് എമൗണ്ട് ആയിട്ടുള്ള 2 പ്ലസ് ഈ 500ലെ 5 എമൗണ്ടും കൂടി ആഡ് ആയിട്ട് ഇപ്പോൾ ടോട്ടൽ 7 പോയിന്റ് ആയിട്ടുണ്ടായിരിക്കും. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇങ്ങനെ ടോട്ടൽ എമൗണ്ട് 7 ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സെയിൽ ചെയ്യും തോറും എമൗണ്ട് ആഡ് ആവും ചെയ്യും. റെഡീം ചെയ്യും തോറും എമൗണ്ട്സിൽ റിഡക്ഷനും സംഭവിക്കും. ഇങ്ങനെയാണ് ഒരു പോയിന്റ് സിസ്റ്റം വർക്ക് ചെയ്യുക.